ഏദൻ ഉൾക്കടലിൽ വെച്ച് നെതർലാൻഡ് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹൂത്തി ഭീകരർ. ഗാസയിലെ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിലേക്കുള്ള ചരക്ക് നീക്കം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൂത്തി ഭീകരർ ആക്രമണം നടത്തിയത്. എന്നാൽ കപ്പലിന് ഇസ്രയേലുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. നെതർലാൻഡ്സ് ചരക്ക് കപ്പലായ മിനർവാഗ്രാറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂത്തി ഭീകരർ ഏറ്റെടുത്തു. ചെങ്കടലിൽ നിന്ന് കുറച്ചകലെയാണ് ആക്രമണം നടത്തിയതെന്നും ഒരു ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഹൂത്തികളുടെ സൈനിക വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഫിലിപ്പീൻസ്, റഷ്യ, ശ്രീലങ്ക, യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 19 അംഗ സംഘമാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരെ കപ്പലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 2 ക്രൂ അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആംസ്റ്റർഡാം ആസ്ഥാനമായുള്ള കപ്പലുടമകളായ സ്പ്ലിത്തോഫ് അധിനിവേശ പലസ്തീനിലെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശന നിരോധനം ലംഘിച്ചുവെന്നാണ് ഹൂത്തികളുടെ ആരോപണം. ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാണിജ്യ കപ്പലുകൾക്കും ഇസ്രായേലിനു നേരെ ഹൂത്തികൾ 100-ലധികം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയിൽ പലതിനും ഇസ്രായേലുമായി നേരിട്ടുള്ള ബന്ധമില്ല. ഏദൻ ഉൾക്കടലിൽ മാസങ്ങൾക്കിടെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. പ്രതിവർഷം $1 ട്രില്യൺ സാധനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രധാന വ്യാപാരമാർഗമായ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയാണ് ഹൂത്തികളുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 വർഷത്തിനിടെ കുറഞ്ഞത് 8 നാവികർ കൊല്ലപ്പെടുകയും 4 കപ്പലുകൾ മുങ്ങുകയും ചെയ്തു. കൂടാതെ ഷെവ്രോൺ, കോണോക്കോഫിലിപ്സ്, എക്സോൺ മൊബൈൽ എന്നിവയുൾപ്പെടെ നിരവധി അമേരിക്കൻ എണ്ണ കമ്പനികൾക്കെതിരെയും പ്രത്യേക വ്യക്തികൾക്കെതിരെയും 2 കപ്പലുകൾക്കെതിരെയും ഹൂത്തികൾ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.